ട്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികളാണ്. ഞാൻ പ്രസിഡന്റ് വൈക്കൽ മധു, ഇത് ജനറൽ സെക്രട്ടറി ഉമേഷ് അനുഗ്രഹ, ഇത് ട്രഷറർ കല്ലൂർ രവിചന്ദ്രൻ, ഇത് വൈസ് പ്രസിഡന്റ് കരകുളം ബാബു, ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തേക്കട ശ്യാമലാൽ. 1992 ഈ സംഘടന രൂപീകരിക്കുന്നത്. പ്രൊഫഷണൽ നാടകരംഗത്തിന്റെ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും 2 നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് കൊല്ലം ചൈതന്യ എന്ന് പറയുന്ന നാടക ട്രൂപ്പ് ഇവിടെ അമരവളയിൽ വെച്ച് 2ാമത്തെ പരിപാടിക്ക് പോകുമ്പം അപകടത്തിൽപ്പെടുകയും അതിലെ നടനും സംവിധായകനും സംഘാടകനുമായ ചൈതന്യ ഉദയകുമാർ മരിക്കുകയും സമിതിയിലുള്ള മുഴുവൻ ആളുകൾക്കും വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുകയും ചെയ്തു. അന്നുവരെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. സീസൺ സമയമാണ്. മിക്കവാറും സമിതികളൊക്കെ രാവിലെ മെഡിക്കൽ കോളേജിൽ വന്നു. എന്തു ചെയ്യണമെന്ന് ഒരു ബോധ്യവുമില്ല. ആ മെഡിക്കൽ കോളേജിന്റെ മരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രൊഫഷണൽ രംഗത്തെ അധികായന്മാരായിട്ടുള്ള പ്രവർത്തകർ രൂപം കൊടുത്തതാണ് കേരള ട്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഇന്ന് 34 വർഷങ്ങൾ കഴിയുന്നു. എല്ലാ വർഷവും ഒരു പ്രതിഭാ പുരസ്കാരം സംഘടന കൊടുക്കാറുണ്ട്. ഇത്തവണത്തെ പ്രതിഭാ പുരസ്കാരം നാടക നടനും സംവിധായകനും സംഘാടകനുമായ തിരുവനന്തപുരം കേരള തിയേറ്റേഴ്സിന്റെ സംഘാടകൻ വേട്ടക്കുളം ശിവാനന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. മെയ് 23 തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സംഘടനയുടെ 31ാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തിരുവനന്തപുരത്തിന്റെ ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കും. അന്ന് രാവിലെ 10 മണിക്ക് പ്രസിഡന്റ് വൈക്കൽ മധുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി ഉമേഷ് അനുഗ്രഹ സ്വാഗതം പറയും. ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സിനിമാ നടനും സംഗീത നാടക ക്ഷേമനിധി ബോർഡിന്റെ സെക്രട്ടറിയുമായിരുന്ന മുൻ ചെയർമാനായിരുന്ന ശ്രീ മധുപാല് മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ കൊല്ലം തുളസി മുഖ്യപ്രഭാഷണം നടത്തും. ആ യോഗത്തിൽ വെച്ച് പ്രതിഭാ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കും ശ്രീ വേട്ടക്കുളം ശിവാനന്ദന്. 25-ലും 26-ലും 2025-ലും 26-ലും നടന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സമ്മാനാർഹമായിട്ടുള്ള സമിതികളെയും വ്യക്തികളെയും സംഘടന അന്ന് ആദരിക്കും. അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി 26-ൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഗുരുപൂജ പുരസ്കാരം, അതുപോലെ നാടക അവാർഡുകള്, അത്തരത്തിലുള്ള പ്രതിഭകളെ സമ്മേളനത്തിൽ വെച്ച് സംഘടന ആദരിക്കും. അതുപോലെ 25 വർഷം പൂർത്തിയാക്കിയ സംഘടനയിലെ പ്രവർത്തകരെ, ഏകദേശം 30-ലധികം ആളുകളെ അന്നേ ദിവസം സംഘടന ആദരിക്കും. SSLCക്കും +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് അന്ന് ആദരവ് നൽകും. തുടർന്ന് 2 മണി മുതൽ പ്രതിനിധി സമ്മേളനവും നടക്കും. സമ്മേളനത്തിന്റെ കാര്യപരിപാടി ഇതാണ്. അതുപോലെ തന്നെ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ വാസു എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ച പരമേശ്വരൻ കുര്യാത്തിയെ സംഘടന
അന്ന് ആദരിക്കും. കേരളത്തിലെ നൃത്തനാടക പ്രവർത്തകരുടെ ആദ്യത്തെ സംഘടനയാണ് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. നിരവധി സമരങ്ങള്, കലാകാര ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നത് ഈ സംഘടനയുടെ സമരത്തിന്റെ ഫലമായിട്ടാണ്. ഇന്ന് ക്ഷേമനിധി ബോർഡില് ഒരു 3 മാസത്തിന് മുമ്പ് ഇടതുപക്ഷ സർക്കാർ ഒത്തിരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് 4000 രൂപ വെച്ച് കൊടുക്കുന്ന പെൻഷൻ അത് 5000 രൂപയായിട്ട് ഉയർത്തി. അംഗങ്ങളുടെ പെൺമക്കളുടെ വിവാഹത്തിന് 50,000 രൂപ കൊടുക്കാൻ നിശ്ചയിച്ചു. മരണാനന്തരം 25,000 രൂപ കൊടുക്കാൻ നിശ്ചയിച്ചു. അതുപോലെ ഒത്തിരി പദ്ധതികള് ക്ഷേമനിധി ബോർഡ് ഈ 3 മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചു. അത് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സമരത്തിന്റെ ഫലമാണ്. സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് കൊടുക്കുന്ന 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കഴിഞ്ഞ സെക്രട്ടറി അത് 1 ലക്ഷം രൂപയായിട്ട് കുറച്ചു. ഇത് 2 ലക്ഷം രൂപയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സാംസ്കാരിക മന്ത്രിയെ സമീപിക്കുകയും സംഗീത നാടക അക്കാദമിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇന്നുവരെ സാധ്യമായിട്ടില്ല. കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ് കലാകാരന്മാരുടെ 2 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന്. അതുപോലെ നിരവധി ആളുകള് ക്ഷേമനിധി ബോർഡിൽ ചേരാത്ത കലാകാരന്മാരുണ്ട്. 60 വയസ്സ് കഴിഞ്ഞുപോയി, ഇനി ചേരാൻ അവസരമില്ല. അവർക്കൊരു അവസരം കൂടി കൊടുക്കണം എന്ന സംഘടനയുടെ ആവശ്യം കഴിഞ്ഞ ഗവൺമെന്റ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചേരാൻ സമയപരിധി വെച്ചുകൊണ്ട് ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ മെയ് 23-ാം തീയതി നടക്കുന്ന ഞങ്ങളുടെ സമ്മേളനം നിങ്ങൾ അത് വാർത്തയാക്കണം. 10 മണി കഴിഞ്ഞുള്ള മൈക്ക് സാങ്ഷന്റെ കാര്യം, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്, ഇതിന്റെ തെളിവുകളുണ്ട്. സുപ്രീം കോടതി വിധിയുടെ കോപ്പിയുണ്ട്, ഹൈക്കോടതി വിധിയുടെ കോപ്പിയുണ്ട്, UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ആ നിയമത്തിന്റെ കോപ്പിയുണ്ട്. ഇതെല്ലാം വെച്ചാണ് പലതവണ സാംസ്കാരിക മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കേരളത്തിലെ 140 MLA-മാരെയും കണ്ടത് ബോധ്യപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് പൊതുജന മധ്യത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.